സ്റ്റുഡൻസ്, എൻ്റെ പേര് കാർത്തിക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെട്രിക്സിൻ്റെ തന്നെ കുറച്ച് ടോപ്പിക്സ് ആണ്. മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മൈനർ, കോഫാക്ടർ, അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് ഒക്കെ പഠിച്ചു. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇൻവേഴ്സ്, എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ഇൻവേഴ്സ് എന്നാണ്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/det A ഇൻറ്റു അഡ്ജോ എ ആണ്. അഡ്ജോ ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. 1/det A ഇൻറ്റു അഡ്ജോ ആണ്. ഈ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് സിംഗുലർ മെട്രിക്സും നോൺ സിംഗുലർ മെട്രിക്സും എന്താണെന്ന് അറിയണം. അതായത് ഇപ്പം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. എന്നാൽ ഡിറ്റർമിനൻറ്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ആർക്കായിരിക്കും എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഡിറ്റർമിനൻറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 അതിൻ്റെ കാരണം എന്താണെന്ന് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. അടിയിൽ 0 വന്നു കഴിഞ്ഞാൽ, ഡിറ്റർമിനൻറ്റ് 0 ആയിപ്പോയി കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് നോൺ സിംഗുലർ മെട്രിക്സിന് മാത്രമേ എന്തുള്ളൂ? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് തന്നിരുന്നാൽ അത് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്നാദ്യം ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി പോവാണ്. ഒരു 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ മെട്രിക്സ് കാണാൻ വളരെ എളുപ്പമാണ്. ഇപ്പം എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, ABCD. ഇതിൻ്റെ എ ഇൻവേഴ്സ് കാണാൻ ഉള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്, ഇവിടെ അഡ്ജയെ കാണണമെന്നോ ഡിറ്റർമിനൻറ്റ് കാണണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുണ്ട്, ഈ ഡയഗണലിലുള്ള എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്യുക. ഈ ഡയഗണലിലുള്ള എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഡിയുടെ സ്ഥാനത്ത് എയും എയുടെ സ്ഥാനത്ത് ഡിയും വരണം. ഈ ഡയഗണലിൽ വരുന്ന എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. ഈ ഡയഗണലിൽ വരുന്ന എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതേസമയം 3/3 മെട്രിക്സ് ചെയ്യുമ്പോൾ കുറച്ചേറെ പ്രോസസ്സ് ഉണ്ട്. അവിടെ നമ്മൾ ആദ്യം മൈനർ കണ്ടുപിടിക്കണം, കോഫാക്ടർ കണ്ടുപിടിക്കണം, അഡ്ജയെ കണ്ടുപിടിക്കണം, അതിനുശേഷം ഡിറ്റർമിനൻറ്റ് അതിന് മുന്നേ കണ്ടുപിടിച്ച് വെച്ചേക്കണം. എന്നിട്ട് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/det A ഇൻറ്റു അഡ്ജെ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഒരെണ്ണം നോക്കാം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 0 4 3 5 -1 0 1 2. ഈ മെട്രിക്സിന്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. അത് ഞാനിവിടെ ഡയറക്റ്റ് എഴുതുകയാണ്. 11 -6 3 4 2 -1 -20 13 5. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് 23 ആയിരിക്കും. ഇനി ഇതിന്റെ അഡ്ജെ വേണം. അഡ്ജെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഡിറ്റർമിനൻറ്റ് എയുടെ ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടാൽ മതി. ഇപ്പൊ ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 11 -6 3 റോ ആയിരുന്നതിനെ കോളം ആക്കുക. 4 2 -1 -20 13 5. അഡ്ജെ കിട്ടി. അപ്പൊ ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 1/det A ഇൻറ്റു അഡ്ജയെ ചെയ്താൽ മതി. ഡിറ്റർമിനൻറ്റ് എ എന്താ? 1/23 ഇൻറ്റു അഡ്ജെ എന്ന് പറഞ്ഞാൽ 11 4 -20 -6 2 30 3 -1 5. ഇതുകൊണ്ട് അകത്തൊക്കെ ഓരോ എലമെന്റിനെയും ഇൻഡ്യൂ ചെയ്യണം. പക്ഷെ ഇൻഡ്യൂ ചെയ്താലെ കൊണ്ട് നമുക്കിത് കട്ടായി പോകുമ്പോൾ ഒന്നുമില്ല, ഫ്രാക്ഷൻ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതിയിരുന്നാലും മതിയാകും. ഇങ്ങനെയാണ് 3/3 മെട്രിക്സിന്റെ എ ഇൻവേഴ്സുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി
എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അഡ്ജോയിന്റ് എയുടെ സഹായം കൂടാതെ നമുക്ക് വേറൊരു മെത്തേഡിലും എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ മെത്തേഡ് എന്ന് പറയുന്നത് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വഴിയാണ്. അതായത് ഒരു മെട്രിക്സിന്റെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് നമ്മൾ ഒരു മെട്രിക്സിന്റെ എ ഇൻവേഴ്സിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു സെക്കൻഡ് മെത്തേഡായിട്ട് കാണാം. ഇൻവേഴ്സിനെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് ഇൻവേഴ്സ് കാണാൻ പോവുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ? ഒരു മെട്രിക്സിൽ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു മെട്രിക്സിന്റെ റോകൾ തമ്മിൽ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. റോ മാത്രമല്ല, കോളം തമ്മിലും ഇന്റർചേഞ്ച് ചെയ്യാം. ഇനി ഒരു മെട്രിക്സിന്റെ ഒരു റോയിലെ എലമെന്റിനെ നമുക്ക് ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ith റോയിലെ എല്ലാ എലമെന്റ്സിലും k എന്ന് പറഞ്ഞൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ കോളത്തിലും അതേ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എനിക്കിനി ഒരു റോ പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ വേറെ ഒരു എലമെന്ററി ട്രാൻസ്ഫോർമേഷനൂടെ പോസിബിൾ ആണ്. ഇപ്പം Ri എന്ന് പറയുന്ന റോയിലെ എലമെന്റ്സിനെ വേറെ ഏതെങ്കിലും റോ Rj എന്ന് പറഞ്ഞ റോയെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് Ri കൊണ്ട് ആഡ് ചെയ്തും എഴുതാം. ഒന്നുകൂടെ പറഞ്ഞാല് വേറെ ഏതെങ്കിലും ഒരു റോ Rj എന്ന് പറഞ്ഞൊരു റോ അതിനെ k എന്ന് പറഞ്ഞൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ഏതിനെയാണോ മാറ്റേണ്ടത് അതുകൊണ്ട് തന്നെ ആഡ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ കോളത്തിലും അതേ പ്രോസസ്സ് സാധ്യമാണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഈ 3 എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 2x2 മെട്രിക്സ് കൺസിഡർ ചെയ്യാം. A is equal to 2 1 1 1 2 1 1 1. ഈ മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് കാണണം. ഈ മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ A is equal to IA. I എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇത് 2x2 മെട്രിക്സ് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കേണ്ട ഐഡന്റിറ്റി മെട്രിക്സ് ഏത് ഓർഡറിലായിരിക്കണം? 2x2 ഓർഡറിൽ തന്നെ ആയിരിക്കണം. എ എന്ന് പറഞ്ഞത് എന്താ? 2 1 1 1 is equal to I 1 0 0 1. 2x2 ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ എന്ന് വെറുതെ എഴുതിയിരുന്നാൽ മതി. അവിടെ എയുടെ വാല്യൂ കൊടുക്കണ്ട. ഇനി നമ്മൾ കുറച്ച് മുന്നേ കണ്ട എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ മെട്രിക്സിനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 1 ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ്, ഇവിടെ എന്തൊക്കെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് നടത്തുന്നോ അത് നമ്മളുടെ വേണ്ടി ഈ ഐഡന്റിറ്റി മെട്രിക്സിനും നമ്മൾ നടത്തണം. അപ്പോൾ ഈ മെട്രിക്സിലെ ഓരോ എലമെന്റും മാറി വരും. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്താ? 2ന്റെ സ്ഥാനത്ത് എന്ത് വരണം? 1 വരണം. നമ്മൾ പഠിച്ച ആ 3 എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന് ഓർക്കുക. ഈ 2ന്റെ സ്ഥാനത്ത് എന്ത് വരണം? 1 വരണം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു റോകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഈ R1 എന്ന് പറഞ്ഞ റോയും R2 എന്ന് പറഞ്ഞ റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ എഴുതി R1 ഇന്റർചേഞ്ച് R2. R1ഉം R2ഉം തമ്മിൽ ഞാൻ ഇന്റർചേഞ്ച് ചെയ്തു. 1 1 2 1. അപ്പൊ ഇവിടെ എന്ത് ഓപ്പറേഷൻ നടത്തിയോ അത് ഇവിടെ നടത്തണം. അപ്പൊ ഇവിടുത്തെ R2 R1ഉം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇനി എന്ത് വേണം? ഈ 2 മാറി ഇവിടെ എന്താവണം? 0 ആവണം. ഈ 2 മാറിയിട്ട് ഇവിടെ 0 ആകണം. അപ്പൊ അതിന് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് നോക്കുക. ഇവിടെ 2 മാറി ഇവിടെ 0 വരണം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ.
ഈ 2വിനെ മൈനസ് 1 ഇൻറ്റു 2 ചെയ്താൽ 0 ആകില്ലേ? ഈ 2 മൈനസ് 1 ഇൻറ്റു ഈ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 2 കൊണ്ട് മൈനസ് ചെയ്താൽ 0 ആകില്ലേ? ഈ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ മൂന്നാമത് പഠിച്ച പോയിന്റ്. അതായത് R2 എന്ന് പറയുന്ന റോയാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. R2 ആണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതിനു വേണ്ടി R2 മൈനസ് R1 എന്ന് പറയുന്ന റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് R2വിൽ നിന്ന് മൈനസ് ചെയ്താൽ എനിക്ക് ഇവിടെ 0 ആകും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. R2 gives R2 minus 2 into R1. ഈ റോയെ മൈനസ് ചെയ്യണം. എന്തുകൊണ്ട്? R1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ റോയെ മൈനസ് ചെയ്താൽ ഈ 2 മാറി ഇവിടെ 0 വരും. അതുപോലെ തന്നെ ഇവിടെ മാറും, ഇവിടെ രണ്ടിടത്തും മാറും. ഇവിടെ ഏത് എലമെന്റ് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട, ഇവിടെ 0 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം R2 gives ഏത് റോയെയാണോ മാറ്റേണ്ടത് അത് വേണം ആദ്യം എഴുതാം. ഇപ്പൊ ഇവിടെ R3 ആയിരുന്നെങ്കിൽ ഇവിടെ R3 മൈനസ് എന്ന് എഴുതാവുള്ളായിരുന്നു. R1 ആയിരുന്നെങ്കിൽ R1 മൈനസ് എന്നേ എഴുതാവുള്ളായിരുന്നു. ഓക്കെ, അപ്പൊ എന്ത് വരും? R2 gives R2 minus 2 into R1. അപ്പം ഫസ്റ്റ് റോയ്ക്ക് യാതൊരു മാറ്റവുമില്ല, അത് അതുപോലെ എഴുതി. ഫസ്റ്റ് റോയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല, അത് അതുപോലെ എഴുതി. സെക്കൻഡ് റോയ്ക്കാണ് മാറ്റം വരാൻ പോകുന്നത്. R2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ R2 എന്താ? 2 ആണ്. 2 മൈനസ് 2 ഇൻറ്റു R1. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന R1 എന്ന് പറയുന്നത് 1 ആണ്. 2 ഇൻറ്റു 1 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി ഇതിനെ മാത്രമാണോ ചെയ്യേണ്ടത്? ഇവിടെയും ചെയ്യണം. അപ്പം R2, ഇവിടുത്തെ R2 ആരാണ്? 1 ആണ്. 1 മൈനസ് 2 ഇൻറ്റു R1 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പം നമുക്ക് ആൻസർ ആയിട്ട് -1 എന്ന് കിട്ടും. അതിവിടെ എഴുതി. ഇതേ ഓപ്പറേഷൻ തന്നെ ഇവിടെയും ചെയ്യണം. ഇതിന്റെ ഫസ്റ്റ് റോയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല, സെക്കൻഡ് റോയ്ക്കാണ് വ്യത്യാസം. അപ്പൊ സെക്കൻഡ് റോ എങ്ങനെയാണ്? R2 മൈനസ് 1 മൈനസ് 2 ഇൻറ്റു R1. 2 ഇൻറ്റു R1 0. അപ്പൊ ആൻസർ എന്ത് വരും? 1 തന്നെ. ഇനി R2 മൈനസ്, ഇവിടെ R2 0 ആണ്, മൈനസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1 വരുന്നത് 2 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു A. ഇനി ഈ -1 മാറ്റി ഇവിടെ എന്ത് ചെയ്യണം? 1 ആക്കണം. ഇവിടുത്തെ -1 മാറണം, ഇവിടെ 1 ആകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? R2 എന്ന് പറയുന്ന റോയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. -1 കൊണ്ട് ആ റോയെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൈനസ് മാറി അവിടെ പ്ലസ് ആകും. ഫസ്റ്റ് റോയ്ക്കൊന്നും വ്യത്യാസമില്ല. 0 -1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. ഈക്വൽ ടു 0 1 -1 2 ഇൻറ്റു A. ഓക്കെ, ഇത് 1 ആയി. ഇനി ഇത് എന്താക്കണം? 0 ആക്കണം. ഇത് 1 ആയി, ഇതിനെ നമുക്കിനി 0 ആക്കാം. ഇതിനെ 0 ആക്കാൻ എളുപ്പം അല്ലേ? 1 മൈനസ് 1 എഴുതിട്ട് ഇവിടെ എഴുതി കഴിഞ്ഞാൽ 0 ആവില്ലേ? ഈ 1ൽ നിന്ന് ഈ 1 മൈനസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് 0 ആകും. എനിക്ക് ആരെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? R1നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. R1 gives R1 മൈനസ് R2 ചെയ്താൽ മതി. അപ്പം R1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അവിടെ മാറ്റമൊന്നും വരില്ല, ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ 1 തന്നെ ആയിരിക്കണം. 1 മൈനസ് 1 ഇവിടെ 0 ആകും. ഈ റോയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി ഇവിടെ വ്യത്യാസം വരും. എന്താണ്? R1 0 മൈനസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R2 എന്ന് പറയുന്നത് -1 ആണ്, +1 ആകും. 1 മൈനസ് R1 മൈനസ് R2 -1 2 അത് അതുപോലെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മെട്രിക്സിനും മാറ്റം വന്നു. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സ് ആയിരിക്കും നമ്മളുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഈ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തി നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 -1 -1 2.
ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു ടോപ്പിക്കിലേക്ക് പോകുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, എന്താണ് റാങ്ക്? ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്ക് ഓഫ് എ മെട്രിക്സ്. നമ്മുടെ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സബ് മെട്രിക്സിന്റെ ഓർഡറാണ് റാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സബ് മെട്രിക്സിന്റെ ഓർഡറാണ് എന്ത്? റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം എൻ്റെ ഒരു മെട്രിക്സ് ഉണ്ട് 1 2 3 4 5 6 7 8 9. ഇതിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നോൺ സീറോ മെട്രിക്സ് ഏതാന്ന് നോക്കുക. അതിന് മുന്നേ എങ്ങനെയാണ് സബ് മെട്രിക്സ് കണ്ടുപിടിക്കുക? സബ് മെട്രിക്സ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ സബ് മെട്രിക്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് നമുക്ക് ഈ മെട്രിക്സിന്റെ ഏതെങ്കിലും റോയോ കോളമോ എലിമിനേറ്റ് ചെയ്ത് കളയും. ഒരു റോയും ഒരു കോളവും എലിമിനേറ്റ് ചെയ്ത് കളയും. ഇപ്പൊ ഞാൻ ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത് ഇതാ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 1 2 4 5. ഇങ്ങനെയാണ് സബ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു സബ് മെട്രിക്സ് കാണും. അതിന്റെ ഓർഡറാണ് ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ ഓഫ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ പേരായിരിക്കും. റോ ഓഫ് എ. അപ്പോൾ സബ് മെട്രിക്സ് കാണുന്നത് എങ്ങനെയാ? ഏതെങ്കിലും റോയോ കോളമോ എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇപ്പൊ ഇത് രണ്ടും കളഞ്ഞിട്ട് ബാക്കി എടുത്ത് എഴുതിയാലും അതിന്റെ സബ് മെട്രിക്സ് ആണ്. ഇപ്പോൾ ഒരു 2x2 മെട്രിക്സ്, ഒരു 2x2 മെട്രിക്സിന്റെ റാങ്ക് എങ്ങനെയാ കാണുന്നതെന്ന് നോക്കാം. ഒരു 2x2 മെട്രിക്സിന് മാക്സിമം വരാൻ പറ്റുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡർ ആയ 2 ആണ്. മിനിമം വരാൻ പറ്റുന്നത് 0 ആണ്. പിന്നെ നടുക്കുള്ള വാല്യൂ ഏതാ? 1. അപ്പോൾ ഒരു 2x2 മെട്രിക്സിന് ഏതൊക്കെ പോസിബിൾ റാങ്ക്സ് വരാം? 2 1 0. 2 1 0 ഇവയാണ് ഇതിന് ഒരു 2x2 മെട്രിക്സിന് കിട്ടാൻ സാധ്യതയുള്ള പോസിബിൾ റാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ആ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റാങ്ക് എന്ന് നോക്കാം. ഇപ്പോ നമ്മൾക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനന്റ് is equal to 0 ആണെങ്കിൽ അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഡിറ്റർമിനന്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ റാങ്ക് 2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. 0 വാല്യൂ കിട്ടുവാണെങ്കിൽ റാങ്ക് 1ഉം നോട്ട് ഈസ് ഈക്വൽ ടു 0 കിട്ടുവാണെങ്കിൽ റാങ്ക് 2 ആയിരിക്കും. എന്തിൻ്റെയാണ് ഈ പറയുന്നത്? 2x2 മെട്രിക്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് 0 എന്നൊരു റാങ്ക് കിട്ടുക? എപ്പോഴും നൾ മെട്രിക്സുകൾക്കാണ് നമുക്ക് സാധാരണ റാങ്ക് 0 വരിക. നൾ മെട്രിക്സുകൾക്കാണ് റാങ്ക് 0 വരിക. നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സ് ഒന്നും കാണത്തില്ല. എലമെന്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അവയെല്ലാം എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ഇത്തരം മെട്രിക്സുകളുടെ റാങ്ക് ആയിരിക്കും 0 എന്ന് കിട്ടുക. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കാം. 4 6 5 6 ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ റാങ്ക് ചെക്ക് ചെയ്യാം. പിന്നെ പോസിബിൾ ആയിട്ട് വരുന്ന റാങ്കുകൾ ഏതൊക്കെയാ?
2x2 മെട്രിക്സ് ആയതുകൊണ്ട് 2 1 0 ഇതൊക്കെയാണ് ഇവരുടെ പോസിബിൾ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പം -24 മൈനസ് 30 -6 ആണ്. -6 എന്താ? നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതിന്റെ റാങ്ക് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി കുറച്ച് തിയറം പറയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട് A is equal to m/n. അതിൻ്റെ റോയുടെ എണ്ണം m ആണെങ്കിൽ കോളത്തിൻ്റെ എണ്ണം n ആയിരിക്കും. അപ്പോൾ ഈ റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് mn ആയിരിക്കും. എക്സാമ്പിളായിട്ട് 3 × 5 ഒരു മെട്രിക്സിൻ്റെ ഓർഡറാണ്. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാ? 3 ആണ്. അതായത് ഈ മെട്രിക്സിൻ്റെ റാങ്ക് ഒരിക്കലും 3-നേക്കാൾ മുകളിലാവുകയില്ല. 3-ന് താഴെയുള്ള വാല്യൂസ് ആയ 2ഓ 1ഓ അല്ലെങ്കിൽ 3 വരാം 3 2 1 0 ഇവ ഏതെങ്കിലും ആയിരിക്കും ഈ മെട്രിക്സിന്റെ റാങ്ക് ആയിട്ട് വരുന്നത്. ഇതിലെ മിനിമം വാല്യൂ 3 ആണോ 5 ആണോ മിനിമം വാല്യൂ എന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 3 ആണ്. അപ്പൊ 3ക്ക് താഴെയുള്ള വാല്യൂസ് ഏതൊക്കെയാണോ അതായിരിക്കും ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. വേറൊരെണ്ണം പറഞ്ഞാല് 4 × 2 ഇത് വേറൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? 2 ആണ്. അപ്പൊ ഈ മെട്രിക്സിന്റെ റാങ്ക് എപ്പോഴും എന്തിലായിരിക്കും? ഈ 2ഓ അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള വാല്യൂവോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് റാങ്കിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ലീനിയർ ഇൻഡിപെൻഡൻസിന്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പഠിച്ച ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻ. ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് നമ്മൾ ലീനിയർ ഇക്വേഷൻസിന്റെ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ടും വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് നോക്കാം. ഇപ്പൊ എൻ്റെ ഒരു 3 ഇക്വേഷൻ ഉണ്ട്. x + y + z = 6, x + 2y - 7z = 0, 3x + y + z = 12. അപ്പൊ ഇവിടെ ഇതാണ് എൻ്റെ ലീനിയർ ഇക്വേഷൻസ്. ഈ ഇക്വേഷന്റെ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഇവിടെ 3 ഇക്വേഷൻ ഉണ്ട്, 3 വേരിയബിളും ഉണ്ട്. അപ്പൊ ഇത് വെച്ച് ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ പഠിച്ചിരുന്നു. ഇനി ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. എളുപ്പമാണ്. നമുക്ക് ആദ്യം ഒരു മെട്രിക്സ് ഉണ്ടാക്കാം. ഇതിൽ നിന്ന് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടാക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ ഇതിലെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റുകളാണ്. ഇവിടുത്തെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് എല്ലാം 1 ആണ്. ഇവിടുത്തേത് 1 2 -7, ഇവിടുത്തേത് 3 1 1. ഓക്കെ, അടുത്തത് x = എന്നും പറഞ്ഞ് ഞാൻ ഈ വേരിയബിൾസ് ഓരോന്ന് എഴുതും. d = ഈ കോൺസ്റ്റന്റ് വാല്യൂസ് 6 0 12. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടുന്നത് ഈ x എന്ന് പറഞ്ഞ ഈ മെട്രിക്സിന്റെ വാല്യൂസ് ആണ്. അപ്പൊ അതിന് ഞാനൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. x = A ഇൻവേഴ്സ് × B. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി കാണും. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ A ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം. അപ്പോൾ A എന്ന് പറഞ്ഞ മെട്രിക്സ് കയ്യിലുണ്ട്. അതിന്റെ A ഇൻവേഴ്സ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ A ഇൻവേഴ്സ് കാണുന്നതിന് മുന്നേ ആദ്യം എന്ത് വേണം? അഡ്ജ് A വേണം.
അപ്പോൾ ആ മെട്രിക്സിൻ്റെ അഡ്ജ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്. അഡ്ജ് ഓഫ് എ ഈസ് ഈക്വൽ ടു 9 0 -9 -22 -2 8 -5 2 1. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് -18 ആണ്. ഡിറ്റർമിനന്റ് കാണാനും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഇനി എ ഇൻവേഴ്സ് എന്ത് വരും? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജ് എ ആണ്. 1 -18 ഇൻറ്റു അഡ്ജ് എ 9 0 -9 -22 2 -22 -2 8 -5 2 1. ഈ 1 -18 കൊണ്ട് ഓരോ എലമെന്റിനെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ചെയ്താലും ചില ഭാഗത്ത് നമുക്ക് ഫ്രാക്ഷൻസ് വരുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ എഴുതിയേക്കാം. എന്നിട്ട് ഇനി എന്ത് കണ്ടുപിടിക്കാം? എക്സ് കണ്ടുപിടിക്കാം. എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നായിരുന്നു. അപ്പം 1 -18 ഇൻറ്റു 9 0 -9 -22 -2 8 -5 2 1 ഇൻറ്റു 6 0 12. ആദ്യം ഈ രണ്ട് മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ വരും. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മെട്രിക്സിന്റെ ടോപ്പിക്കിനകത്ത് കവർ ചെയ്തതാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -54 -36 -80 എന്ന് വരും. ഇനി ഈ പറയുന്ന -1/18 ഓരോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1/18 ഇൻറ്റു 54 എന്ന് പറയും. മൈനസും ക്യാൻസൽ ആയിപ്പോൾ 54 ഡിവൈഡഡ് ബൈ 18 എന്ന് പറഞ്ഞാൽ 3 വരും. എക്സ് വൈ ഇസഡ് ഇങ്ങനെ കൊടുക്കാം. -1/18 ഇൻറ്റു -36 മൈനസും പ്ലസ് ആകും. 36 ഡിവൈഡഡ് ബൈ 18 എന്ന് പറയുമ്പോൾ 2 വരും. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 1 എന്നും വരും. അപ്പം നമുക്ക് ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നും y ഇസ് ഈക്വൽ ടു 2 എന്നും z ഇസ് ഈക്വൽ ടു 1 എന്നുമുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ.